ഹലോ ഗായ്സ്, ഞങ്ങൾ 4 പേരും കൂടി പള്ളിയിൽ പോകാട്ടോ. ഇവിടെ അടുത്തുള്ളൊരു പള്ളിയാണ്, ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ചർച്ചിൽ പോകുന്നത്. ഞാനിവിടെ പോയിട്ടില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഈ പള്ളീനെക്കുറിച്ച്. ആദ്യമായിട്ടാണ് ഞാൻ അതുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും പോവാണ്. ഞങ്ങൾ 4 പേരും വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര ജോളിയായിട്ടാണ്. കാരണം നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ കൂട്ടമായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞ് ആടി തൂങ്ങിയൊക്കെയല്ലേ പോവുള്ളൂ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരും. കാരണം നമ്മുടെ ലക്ഷ്യസ്ഥാനം അവിടെ എത്തുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത്. എനിക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. നല്ല രസമുണ്ടായിരുന്നു ആ വീടിൻ്റെ ഫ്രണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. പിന്നെ കുറേ പൂക്കളും മരങ്ങളൊക്കെ ഉള്ള വീടിൻ്റെ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയുടെ അവിടെ വന്നിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ പള്ളി കാണാനായിട്ട്. പുറമേ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഉള്ളിലൊന്ന് കയറി നോക്കാനൊക്കെ തോന്നും നമുക്ക്. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളി കാണുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളി. പക്ഷേ ഈ വഴി ഞാൻ ബസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതാണ് സത്യം, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലെത്തി കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ഭയങ്കര നമുക്ക് ഇങ്ങനെ കുറേ നേരമൊക്കെ അവിടെയൊക്കെ പോയി ഇരിക്കാനൊക്കെ നമുക്ക് തോന്നും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു തണുപ്പും എന്തൊക്കെയോ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ വെയിലൊക്കെ കൊണ്ടല്ലേ വന്നത്. ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പോയി ഇച്ചിരി വെള്ളം കുടിച്ചു. അവിടെയാണ് നല്ല തണുത്ത വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അത് കൂട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. എനിക്ക് പള്ളിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ ആ തടി വെച്ചിട്ട് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. തടി കൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായി. വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പറായിരുന്നു കേട്ടോ. എത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പള്ളിയുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചു. ഉള്ളിൽ കുറേ നേരം ഇരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു ഉള്ളിലിങ്ങനെ കുറേ നേരം ഇരിക്കാനൊക്കെ ആയിട്ട്. പള്ളിയുടെ ഉള്ളിലെ ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. അങ്ങനെ പള്ളിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇത് കണ്ടില്ലേ, കൊട്ട പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അടിപൊളിയാട്ടോ കാണാനായിട്ട്. ഇങ്ങനെയുള്ളത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുമല്ലോ. പിന്നെ അവിടെ മീൻകുളം ഉണ്ടായിരുന്നു കേട്ടോ. ആമ്പലിൻ്റെ അകത്ത് മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നല്ല രസമുണ്ടായിരുന്നു. ഗപ്പി മീൻ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കുറേ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഈ പന പോലെയുള്ള ഈ സംഭവം എനിക്ക് ഇഷ്ടമായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഇവിടെ കിടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗി, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കാമാവും. ഭയങ്കര ഒരു നമുക്ക് എന്താ പറയുക, ഒരു സമാധാനമൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ വന്ന് പള്ളിയുടെ ഇവിടെ ഒക്കെ നോക്കുമ്പോഴും. ഒന്നാമത് എനിക്ക് ചെടിയും പച്ചപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി പൂക്കളൊക്കെ ഉള്ളത് കാണുമ്പോൾ ഭയങ്കര എനിക്കിഷ്ടമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ കുറേ പൂക്കളും ചെടികളൊക്കെ കാണുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.